ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് പുതുവർഷം അല്ലേ, 2026. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കെടുക്കുന്നത്. വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി 2014 തോന്നുന്നു അല്ലേ. 2014 യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇന്നേ വരെ അതിനകത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊന്നുമല്ല, മടി തന്നെ കാരണം. അപ്പോൾ എല്ലാ പ്രാവശ്യം വിചാരിക്കും, അല്ലെങ്കിൽ ഓരോ പുതുവർഷമൊക്കെ വരുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും പുതിയ പരിപാടി തുടങ്ങണം. അപ്പം പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. നമുക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ എന്ത് കണ്ടൻറ്റ് വേണം, എങ്ങനെ തുടങ്ങണം, അതല്ലെങ്കിൽ എത്ര ക്വാളിറ്റി വേണം എന്നൊക്കെ ചിന്തിച്ച് അവസാനം ഇന്ന് വരെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പുതുവർഷമായപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച്, ഈ ഒരു പുതിയ തുടക്കം തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഒരുപാട് യാത്രകൾ, ഒരുപാട് കലാജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട്, ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ കാണിക്കുന്ന രീതിയിൽ നമുക്കൊരു വ്ളോഗാക്കി കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവുമെന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ മടി കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടില്ല, സത്യം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചെറിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ പേരിട്ടിട്ടുള്ളത് മുട്ടായി വ്ളോഗ് എന്നാണ്. മുട്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മിഠായി എന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങളെ മലബാറുകാർ, പ്രത്യേകിച്ച് മലപ്പുറംകാർ പറയുന്ന പേരാണ് മുട്ടായി. അപ്പോൾ ഈ മുട്ടായി എന്ന് പറയുമ്പോൾ മധുരമുള്ളൊരു സാധനം. അപ്പോൾ ഞാനിതിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനൊരു സബ്ജക്റ്റ് ഒന്നുമല്ല. നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ യാത്രകൾ, നമ്മളെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ, നമ്മളെ എല്ലാ കാര്യങ്ങളും. അപ്പം അതൊക്കെ പങ്കുവെക്കാനുള്ളതാണ് പ്ലാന് കേട്ടോ. അപ്പോൾ തുടക്കമാണ്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. എന്താ പറയുക, നമുക്ക് ഓരോരോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എൻ്റെ ക്യാമറ പേഴ്സൺ, ക്യാമറ വുമൺ എൻ്റെ പെണ്ണുങ്ങളാണ്, കെട്ടിയോളാണ്. ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം. ഇതാണ് എൻ്റെ ക്യാമറ പേഴ്സൺ. അപ്പോൾ ആളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ്, എൻ്റെ സ്വന്തം വീടിൻ്റെ മുറ്റത്തായിരിക്കുന്നത്. അപ്പം ഈ വീട്ടിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ. അപ്പോൾ ചെറിയ ഒരു തറവാട് വീടാണ്. ഞങ്ങൾ 8 മക്കളുണ്ട്. 8 മക്കൾ, 4 ആണും 4 പെണ്ണും. അതിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ തറവാട്ടിലാണുള്ളത്. ഇതൊരു പഴയ ഒരു 10-35 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. ഇപ്പോൾ അതൊരു റിനോവേഷനൊക്കെ ചെയ്ത് ഒന്നിങ്ങനെ മോടി പിടിപ്പിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വീടൊക്കെ വെക്കണം എന്നുള്ളൊരു, എന്താ പറയുക, സ്വപ്നമൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, എന്താ പറയുക, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനെ തന്നെയാണ്. ഉമ്മ അവിടെ എന്തോ ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഉമ്മാനെ പരിചയപ്പെട്ടിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ലൈറ്റ് ഇട്ടോ, പോയിട്ട് പിന്നെ ഇപ്പോൾ പുറത്ത് ലൈറ്റ് ഇട. എന്തുമ്മാ. അപ്പോൾ ഉമ്മ ഒന്ന് റെഡി ആവട്ടെ, ഒന്ന് റെഡി ആയിക്കോളി. റെഡിയല്ലേ? ഉമ്മ ഇവിടെ ചെറിയ ഓത്തും പരിപാടിയൊക്കെ ആയിട്ട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഈവനിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക അമ്മ, ഞാനിങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ രണ്ടാളെയും കൂടെ എടുത്തു കേട്ടോ, രണ്ടാളെയും കൂടെ കിട്ടണം കേട്ടോ. അപ്പോൾ വ്ളോഗിൽ ഉദ്ഘാടനങ്ങൾ തന്നെയാണ്. ലൈറ്റൊക്കെ ഇല്ലേ? ഉദ്ഘാടനം എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കോണി, എല്ലാവരോടും ഹായ് പറഞ്ഞാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതൊന്ന്, എന്താ പറയുക, ഞാനത് സ്വിപ്പാക്കാനൊന്നും നിൽക്കണില്ല. ഞാൻ ഉമ്മനെ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഉമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ 8 മക്കളിലുള്ള, ഞങ്ങളൊക്കെ പോറ്റി വളർത്തി വലുതാക്കിയ ആളാണ് ഞങ്ങളെ ഉമ്മ. പിന്നെ മുസാഫ് ഒന്ന് മടക്കി വെച്ചല്ലേ, മടക്കിക്കണ്ടേ. അപ്പോൾ ആരോടാ പറയണമെന്നോ, അത് കാണുന്ന ആൾക്കാരോട് അമ്മ പറയുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ഏറ്റവും ചെറിയ ഇളയ കുട്ടിയാണ് ഞാൻ. അപ്പോൾ എന്നെ കുറിച്ച് ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് അമ്മ? ഒന്നും പറയല്ല, നല്ല കുട്ടിയാണ്, നല്ലോണം നോക്കുന്നുണ്ട്, നല്ല കുറവുണ്ട്. അതന്നെ, നല്ല മനുഷ്യനാണ്, നല്ല മനസ്സിലാണ്, ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പോൾ ഉമ്മാൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പിന്നെ ഇളയ കുട്ടിയായത് തന്നെ എൻ്റെ മുകളിൽ 7 മക്കളുണ്ട്. അപ്പം അത്യാവശ്യം പ്രായമുള്ള എൻ്റെ ഉമ്മച്ചിയാണ്. പക്ഷേ പ്രായമൊക്കെ ഞങ്ങൾ വെറും നമ്പറാണ്. ഉമ്മ എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ കട്ടക്ക് നിൽക്കുന്നുണ്ട്, മക്കളെയും പേരെ കുട്ടികളൊക്കെ കൂടെ കട്ടക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മ ഇതിലേറെ ആക്റ്റീവ് ആയിരുന്നു, വളരെ ഓപ്പണായിട്ട് ഉള്ള, എന്താ പറയുക, എല്ലാറ്റിലും ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നെ പറ്റിയെന്താ വെച്ചാൽ ഞങ്ങളെ ഉപ്പായുടെ മരണം അല്ലേ, ഇപ്പം എത്ര വർഷമായി ഉമ്മ? ഓർമ്മയില്ല. ഒരു 4-5 വർഷം ആയി അല്ലേ, 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷം പിന്നെ ഉപ്പ ഉണ്ടായിരുന്ന സമയത്തുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും തന്നെ അവരൊരു ബന്ധം, അപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഉമ്മ പൊതുവെ
കുറേ കാര്യങ്ങൾ ഉമ്മാക്ക് ഓർമ്മകൾ കിട്ടാതെയായി. അതുപോലെ ഉമ്മാൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിലും എപ്പോഴും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്. അത് കുറച്ചൊക്കെ എനിക്കുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ആക്കി കഴിഞ്ഞാൽ അത് സക്സസ് ആവണ വരെയുള്ള ഭയങ്കര ടെൻഷൻ അടിക്കും. നമ്മൾ ഓവർ തിങ്കേഴ്സ് എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഇപ്പം ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങൾ, കുറച്ച് മുമ്പുള്ള കാര്യങ്ങൾ വരെ മറന്നു പോവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ വെച്ചാൽ ഉമ്മാക്ക് അധികം ടെൻഷനൊന്നുമില്ല ഇപ്പോൾ. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾ ആക്റ്റീവാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കലാജീവിതത്തിലേക്ക് ഞാനൊരു കലാകാരൻ എന്നുള്ള ലേബലിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ തന്നെയായിരുന്നു, എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയായിരുന്നു എന്നെ ഈ ഫീൽഡിലേക്ക് കൊടുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പിന്നെ വഴിയെ ഓരോ വ്ളോഗൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ എൻ്റെ ഉമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മ നന്നായിട്ട് പാട്ട് പാടിയ ആളായിരുന്നു അല്ലേ ഉമ്മ? ഉമ്മ ചെറുപ്പത്തിൽ ഈ കല്യാണ വീട്ടിലൊക്കെ നന്നായിട്ട് പാട്ട് പാടിയിരുന്നതായിരുന്നു. അപ്പോൾ ആ കഴിവാണ് എനിക്ക് കിട്ടിയെന്നാണ് ഉമ്മ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ പാടിയിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് അതേന്ന് കഴിവ്. ഇതിൻ്റെ ഒരു പെങ്ങളാണ് എന്ന് വെച്ചാൽ അത് മൈമുന എന്ന് പറയുന്നൊരു പെങ്ങളാണ്. അപ്പോൾ പെങ്ങന്മാരൊക്കെ പരിചയപ്പെടാം, ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടാം. ഉമ്മാനെ തന്നെ കാണിക്കും. അപ്പോൾ ഉമ്മ ചെറുപ്പത്തിൽ ഉമ്മ എങ്ങനത്തെ പാട്ടാണ് പാടുന്നത്? ഉമ്മ സ്റ്റേജിലൊന്നും പാടാനോ ഗാനമേളക്ക് പാടാനൊന്നും അന്ന് പറ്റിയിട്ടില്ല. അന്ന് പാടിയിട്ടില്ല, അത് പാടണ്ട. പക്ഷെ ഉമ്മ കല്യാണപ്പേരിയിൽ അന്നൊക്കെ ഞാൻ ഉമ്മാനോട് എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ കല്യാണപ്പേരിയിൽ ഗാനമേള നടത്തുമ്പം ഇവർ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ആ സമയത്ത് ഉമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മീറ്റൊക്കെ കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് പാട്ട് പാടിയുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു ഗായികയായിരുന്നു എൻ്റെ അമ്മ. അപ്പം അമ്മാനെ കൊണ്ട് നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഉമ്മക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ, അല്ല ഏതെങ്കിലും ഒരു പുതിയ വരുമ്പോൾ ഉള്ള പാട്ട് പാടാം കേട്ടോ. അപ്പോൾ അതാ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മ ഉണ്ട്? പാടണം പാട്ട്. ഇതിപ്പോൾ വ്ളോഗ് ഉദ്ഘാടനമാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളി. ഏതൊന്നുമില്ല നിങ്ങൾ പാടിക്കോളി. സംഗീതം പുതിയ പുതുനാരിയെ ഞാൻ കൈപിടിക്കുന്നു. ഓക്കെ അടിപൊളി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉമ്മ ഇനി പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ പാട്ട് പാടും. വേറെ ഏതെങ്കിലും പാട്ടുമ്മ കുറച്ചും കൂടി നല്ലൊരു കല്യാണ പെണ്ണിനെ പറ്റിയുള്ള പാട്ട് ഏതെങ്കിലും ഓർമ്മ ഉണ്ടമ്മ? ഒരു പാട്ട് ഓർമ്മയില്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഉമ്മാനെ കൊണ്ട് നമുക്ക് ഇനി ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുമ്പോൾ അത് വിശദമായിട്ട് എന്താ പറയുക പാടിച്ച അല്ലേ. അപ്പോൾ അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു പാത്തു എന്ന് പറയുന്ന ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പാത്തു ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണാം. പെട്ടെന്ന് പോര്. പാത്തു ഉണ്ടാക്കിയ അവളുടെ കുറ്റിപ്പര എന്ന് പറയുന്ന ആ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നടത്താൻ പോണത്. അപ്പോൾ പാത്തു, അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിനുള്ള സൗകര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കണം. ഇതെന്തൊക്കെയാണ് പാത്തു? ഇത് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ്. ഇത് ഇങ്ങനെ വരുന്ന ആൾക്കാർ കഴിക്കാനുള്ളതാണ് അല്ലേ? എന്തൊക്കെ ഉണ്ട് അതില്? ബനാന. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ എന്താ പറയുക വീട്ടിലേക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആണ് പാട്ട് ഉണ്ടാക്കി. പത്ത് നമ്മളെ വ്ളോഗിൽ എല്ലാവരോടും ഹായ് പറഞ്ഞു. ഓക്കെ. ഈ എത്ര പഠിക്കുന്നു പറഞ്ഞെടുത്ത് അങ്ങനെ പരിചയപ്പെടുത്തി. UKG. ഏതാ സ്കൂള്? MLP സ്കൂൾ എപ്പിക്കാട്. ഓക്കെ. പിന്നെ പാത്തുവിൻ്റെ ഇവിടെ എന്തൊക്കെ ഉണ്ട് സെറ്റപ്പ്? അതവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. ഇതാ പാത്രത്തിൽ എന്തോ ഉണ്ട്. ഇതെന്താണ്, ചോറാണോ കഞ്ഞിയാണോ? കഞ്ഞി ഉണ്ടാക്കിനെ? ശരി. ഇത് ഏതെങ്കിലും ഉറപ്പിച്ചേ ചോറാണോ? ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പാത്തു. ഇതെന്താ വെള്ളം ഫ്രിഡ്ജാണോ? ഫ്രിഡ്ജ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. ഇതൊരു മോഡേൺ ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തെന്താ വെച്ചിട്ടുള്ള കേക്കാണോ? കേക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ ഇത് നാശാവൂലേ? കേക്ക് ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ, എന്നാലുള്ളൂ അത് ലൂസാവാതെ നിൽക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ഇത് ചായയാണോ? ചായ വെള്ളമല്ലല്ലോ, ഇത് ചോറല്ലേ പാത്തുമ്മ? ഓക്കെ, പാത്തുവിൻ്റെ ചായയാണത്. പിന്നെ ഇതൊക്കെ എന്താ പൈസ വെച്ചോണോ ഫ്രിഡ്ജിൽ? ഇതെന്താ ഉണക്കമീനാണോ? പപ്പായേ? ഓക്കെ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പാത്തുവിൻ്റെ സെറ്റപ്പാണത്. അപ്പോൾ ഇതിൽ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഓക്കെ. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ പാത്തു മാത്രമേ ഉള്ളൂ. പാത്തുവിൻ്റെ ലോകാണിത്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ മോൻ, അതായത് പാത്തുവിൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ മൂത്ത മോൻ ഷാൻ മുഹമ്മദ്. ആള് ഫുൾ ടൈം ഒന്നുകിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ സൈക്കിള്, അതല്ലെങ്കിൽ പാട്ട്. ഇത് മൂന്നാണ് ആളെ ഇഷ്ടപരിപാടികൾ. അപ്പം
ഇപ്പോൾ സൈക്കിൾ വന്ന് വീണിട്ടുള്ള മുറിപ്പാടാണ് ഇപ്പോൾ കാലുമൊക്കെ കാണുന്നത്. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ ഫുൾ ടൈം സൈക്കിളും ഉണ്ടാവും. അപ്പോൾ പാത്തു സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷാനുവിനെ ഒന്ന് പരിചയപ്പെടാം. ഷാനു ഇവിടെ വാ, ഇവിടെ വാ, ഒരു ഹായ് പറഞ്ഞ. ആ, അപ്പോൾ ഇതാണ് എൻ്റെ ഷാനു. അപ്പോൾ ഷാനുവിനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലുള്ളൊരു കുട്ടിയാണ്. പക്ഷേ എന്താ പറയുക, പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് ഞങ്ങൾ വിഷമം അല്ലെങ്കിൽ സങ്കടമൊക്കെ ഉണ്ടാക്കിയിരുന്ന പിന്നെ ആളാണ്. കാരണമൊന്നുമല്ല, ഇവൻ്റെ കാലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു. പിന്നെ നമുക്കൊരു പരിചയമില്ലാത്ത ഒരു രോഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ പേരാണ് ഡോക്ടർ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയുന്നത് പ്രസവിച്ച സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു, അതിഭീകരമായിരുന്നു. കാരണം നമുക്കിതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ല, എന്താണ് അവസ്ഥ എന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പഠിച്ച് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് അങ്ങനെ നോക്കുമ്പോഴാണ് സംഭവം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ 800 പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ആവുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്ക് എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ആള് അന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ആൾ വളരെ ആക്റ്റീവായി വരുന്നുണ്ട്. പിന്നെ അവനെ സ്പെഷ്യൽ സ്കൂളിൽ, നോർമൽ സ്കൂളിലൊക്കെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം 6ാം സ്റ്റാൻഡേർഡിലാണല്ലേ, 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോടും കൂടിയുള്ള ഒരു കാര്യം എന്താ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കിതിനൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു മരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചികിത്സ ചെയ്തിട്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റാവുന്ന ഒരു രോഗമല്ല ഈ ഡൗൺ സിൻഡ്രോം എന്നുള്ള അവസ്ഥ. ഇതൊരു സിറ്റുവേഷനാണ്, ഒരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഇവരെ നമ്മൾ എന്താ പറയുക, ആടുമ്പോൾ ഊഞ്ഞാൽ തട്ടുട്ടോ, അപ്പോൾ ആടലാടൽ ഉമ്മച്ചിൻ്റെ മേത്ത് തട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ നമ്മൾ വീട്ടിൽ കെട്ടിയിടാതെ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കുക. പല കുട്ടികളെയും ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല കുട്ടികളെയും പല രക്ഷിതാക്കളെയും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്തരം കുട്ടികളെ ഒരു മുറിക്കകത്ത് എന്താ പറയുക പൂട്ടിയിട്ടിട്ടൊക്കെ പിന്നെ എന്താ പറയുക, ഇത്തരം കുട്ടികൾ വളരെ ഡൗൺ ആയിട്ട്, അതായത് ഈ അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇവരെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ ആക്റ്റീവായിട്ട് വളർത്തുക അല്ലേ. അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ആളാണ് ഇവർ ചിലപ്പോൾ നമ്മളിവരെ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഷാനു ആണെങ്കിലും മ്യൂസിക് സെൻസ്, അതുപോലെ നമുക്ക് എന്താ പറയുക, ഈ താളബോധം, നമുക്കൊരു കീബോർഡോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മ് പോലത്തെ ഇൻസ്ട്രുമെൻ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിലുപരി ഒരുപാട് പാട്ടുകൾ ബൈ ഹാർട്ടുള്ള ആളാണ്. ഒരുപാട് പാട്ടുകൾ ചെറുക്കം ഫ്ലുവൻസ് ആയിട്ട് പാടാൻ പറ്റില്ലെങ്കിലും ഒരുപാട് പാട്ടുകളുടെ മെമ്മറി ആളെ ശേഖരത്തിലുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വ്ളോഗിൻ്റെ എന്താ പറയുക യാത്രയിൽ നമുക്ക് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഷാനു നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരും അല്ലേ. ഏത് പാട്ടാ പാടാ? ഒരു പാട്ട് പാടാ. ഏത് പാട്ടാ പാടാ? ആ നോന് ഞങ്ങളെ ഓൻ്റെ ഉപ്പാൻ്റെ പാട്ട് തന്നെ പാടാം. ചെക്കനിലെ ഒരു കാറ്റ് മുകളിൽ എന്ന് പറഞ്ഞ പാട്ട് പാടാം അല്ലേ. പഠിക്കാം. ഇബിയും പാടാം. ഷാനു ഇബിയും പാടാട്ടോ. പിടിച്ച് പാടിക്കോ. പാട്ടിങ്ങേരം കേക്കന് കഥ ചൊല്ലും എൻ്റെ കാട്ടിച്ചോല കിടിയേ തട വാങ്ങും ജലനീതി എനം കാടാ മുതു വാങ്ങും എല്ലാം മുതിയാല് പാടാ ഇനിയും ഓരഞ്ഞാണ്ട് കിടിയേ ആട്ടി മോളന് ഒലപ്പ് പാട്ടിന്നേരം കേക്കന് കളിവങ്ങ കഥ ചൊല്ലണ് എൻ്റെ കാട്ടിച്ചോല കിരിയേ. ഓക്കെ. അപ്പോൾ ഷാനുവിൻ്റെയൊക്കെ ബാക്കിയുള്ള പെർഫോമൻസൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ ഈ വ്ളോഗിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ കാണാം. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എന്താ പറയുക, ഇത്തരം കുട്ടികളായിട്ടൊക്കെ, ഇത്തരം കുട്ടികൾ ജനിച്ചതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് പാരൻസിനൊക്കെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ ആയിക്കോട്ടെ. നമുക്ക് അങ്ങനെയും കൂടെ ഇതിനെ കാണാം, മനസ്സിലായല്ലോ. അപ്പോൾ ഷാനു കളിക്കാൻ പോയിക്കോ കേട്ടോ. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു പോക്കോ. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ സ്വന്തം കെട്ടിയോളായ, എൻ്റെ ബീവിയായ, എന്താ പറയുക, എന്നെ ഇത്ര വർഷം സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഉമ്മച്ചിയായ എൻ്റെ സ്വന്തം പത്നി റുക്സാനയാണ്. ഇച്ചിരി മടിയൊക്കെ ഉണ്ട്, വേണ്ടാന്നൊക്കെ തലോണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ ആളെ വെൽക്കം ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട റുക്സാന എന്ന് പറയുന്ന എൻ്റെ ഭാര്യ. അപ്പോൾ ആൾറെഡി മുൻകൂർ ജാമ്യം എടുത്തിട്ടുള്ള എന്താ വെച്ചാൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പാടിപ്പിക്കരുത് എന്നൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, കാണുന്ന പോലെയല്ല, ഒരുപാട് ടാലൻ്റുള്ള വലിയൊരു പ്രതിഭയാണ്, പ്രതിഭാസമാണ് എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെന്ന് പരിചയപ്പെടുത്തും. എൻ്റെ വീട് സ്ഥലം ഒക്കെ ഒന്ന് പറഞ്ഞിട്ടാ. പറഞ്ഞോ. എൻ്റെ പേര് റുക്സാന. എൻ്റെ വീട് പാണ്ടിക്കാടാണ്. പിന്നെ എനിക്ക് ഉമ്മയും ഇപ്പിയും 5 ആങ്ങളമാരും ഉണ്ട്. 5 ആങ്ങളമാർക്കുള്ള കനിപ്പെങ്ങളാണ്. പെട്ടത് ഞാനാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ആള് ഇച്ചിരി നാണത്താൽ ചിരി തൂകുന്ന ആളാണ്. അപ്പോൾ ആ നാണൊക്കെ നമുക്ക് വഴിയെ മാറ്റി കൊടുക്കണം. എന്തായാലും എൻ്റെ പൊക്കി പറയണ. അപ്പോൾ ഇന്ന് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ആ കക്ഷിയുടെ മെയിൻ പ്രശ്നം. കാരണം ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് അവരോടൊന്നും പറയാതെ ഇപ്പം പെട്ടെന്ന് ക്യാമറ എടുത്ത് അങ്ങോട്ട് തുടങ്ങിയ പരിപാടി. അപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യാത്ത വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും എന്താ പറയുക, ഏതൊരു കലാകാരനെയും അല്ലെങ്കിൽ ആരെയും പോലെ തന്നെ ഏത് മേഖലയിലുള്ളവരായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്, അല്ലേ? അപ്പോൾ അതിൽ ഞാൻ വളരെ ഭാഗ്യമുള്ള ആളാണ്. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയതും ഞങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ ഓരോ വ്ളോഗിൽ വെച്ചിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആൾക്കൂടെ ഇരിക്കാൻ തന്നെ മടിയാണ്. ഇതാകണ്ടോ പെട്ടെന്ന് എസ്കേപ്പാണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളും കൂടെ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ പെങ്ങൾ പുറത്ത് പോയതാണ്. അപ്പം ഇതാണ് എൻ്റെ കുടുംബം. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് നമുക്ക് എന്താ പറയുക, വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വാളിച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. തുടർന്ന് നമുക്ക് ഈ വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം നമ്മുടെ ഈ മുട്ടായി വ്ളോഗ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിന് വേണം. ഓക്കെ. അപ്പോൾ നമുക്കിത് ഈ കൊച്ചു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വീണ്ടും കാണാം. ബൈ.